ഞങ്ങൾ അനഹനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ആകാശങ്ങളിലിരിക്കും ഞങ്ങൾ അനശ്വരനായ പിതാവേ, അവിടുത്തെ നാമം വാഴ്ത്തപ്പെടണമേ, അവിടുത്തെ രാജ്യം വരേണമേ. ഗ്രൂപ്പിന്റെ ഒരു പ്രതീകമാണ്. ഊർജ്ജസ്വലനാണ്. തിരക്കൊണ്ടാണ്. വെള്ളിയാഴ്ചയായെങ്കിലും യോഗ നിലനിർത്തുന്ന ബിന്ദുമാഷെ സ്നേഹപൂർവ്വം സ്വാഗതാശംസിക്കട്ടെ. 82 ബാച്ചിന്റെ സംഗമം നമ്മൾ 3-4 സംഗമങ്ങൾ കഴിഞ്ഞു. അപ്പോൾ ഇന്ന് നമ്മൾ നമ്മുടെ ക്രിസ്മസ് ന്യൂ ഇയർ പ്രോഗ്രാമും അതോടൊപ്പം നമ്മുടെ കൂട്ടത്തിൽ പഠിച്ച നമ്മുടെ സർവാടി ദിനേശൻ രചിച്ച കഥാപുസ്തകം പബ്ലിഷ് ചെയ്തിട്ടുണ്ട്. അപ്പം നമ്മുടെ പ്രിയങ്കരനായ ദിനേശനെ ആദരിക്കുന്നതിനും വേണ്ടിയിട്ടുള്ള ഒരു ചടങ്ങാണ് ഇവിടെ ഇന്ന് നമ്മൾ നടത്തുന്നത്. അപ്പോൾ ഈ ചടങ്ങിൽ എൻ്റെ കടമ സ്വാഗതം ആശംസിക്കുക എന്നുള്ളതാണ്. അതിനു മുമ്പായിട്ട് 2 വാക്ക് സംസാരിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. 2025 ഈ പുതുവർഷം നമുക്കെല്ലാവർക്കും ഐശ്വര്യപൂർണവും സമ്പദ് സമൃദ്ധവും ആരോഗ്യപ്രദവുമായി മാറട്ടെ എന്ന് ആദ്യം തന്നെ ഞാൻ ആശംസിക്കുന്നു. ചില വർഷങ്ങൾ നമ്മളെ സംബന്ധിച്ച് കഷ്ടപ്പാടുകളുടെയും ബുദ്ധിമുട്ടുകളുടെയും കാലമായി. എനിക്കും എൻ്റെ ജീവിതത്തിൽ ഇതുപോലെ ചില വർഷങ്ങളിൽ വളരെ ബുദ്ധിമുട്ടുകളുള്ള നിറഞ്ഞ കാലങ്ങൾ ഉണ്ടായിട്ടുണ്ട്. 2025 നമുക്ക് എല്ലാവർക്കും സന്തോഷത്തിൻ്റെതാകട്ടെ എന്ന് ആദ്യമേ ആശംസിക്കുന്നു. അതോടൊപ്പം തന്നെ നമ്മളെ പ്രിയങ്കരിയായ ലിസി ഓസ്ട്രേലിയയിൽ നിന്ന് വന്ന് നമ്മളെ എല്ലാം കാണാൻ ആഗ്രഹിച്ചു. അപ്പോൾ ലിസിയുടെ ഒരു താല്പര്യപ്രകാരം ഇന്ന് നമ്മുടെ ഈ പ്രോഗ്രാം ഇവിടെ നമ്മൾ അറേഞ്ച് ചെയ്തു. അപ്പം നമ്മൾ ഇന്ന് ഇവിടെ കൂടിയിരിക്കുന്ന എല്ലാവരും ലിസിയുടെ നമ്മുടെ എല്ലാവരുടെയും സ്നേഹവും കടപ്പാടും ഞാൻ ലിസിയോട് അറിയിക്കുകയാണ്. അതുപോലെ തന്നെ നമ്മുടെ പ്രിയങ്കരനായ ദിനേശൻ നല്ല ഒരു വായിച്ച ആള്, ഞാനത് വായിച്ചില്ല, വായിച്ച ആളുകൾ പറഞ്ഞു വളരെ മനോഹരമായ ഒരു കഥാസമാഹാരമാണത്. വായിച്ച ഒരാൾ എന്നോട് പറഞ്ഞത് ആ കഥകൾ വായിച്ചപ്പോൾ M3 കഥകളുമായിട്ട് താരതമ്യം ചെയ്യാൻ പറ്റുന്ന നിലവാരത്തിലുള്ള ഉയർന്ന ഒരു കഥയാണ് അദ്ദേഹത്തിൻ്റെ കഥകൾ എന്ന് പറഞ്ഞ് അത്രമാത്രം നല്ല നിലവാരമുള്ള ഒരു കഥാപുസ്തകമാണ് അദ്ദേഹം പുറത്തിറക്കിയിരിക്കുന്നത്. ഇനിയുള്ള കാലങ്ങളിൽ ചിലപ്പോൾ നമ്മൾ അറിയപ്പെടുന്നത് ദിനേശൻ്റെ സഹപാഠി എന്ന രീതിയിലായിരിക്കും നമ്മുടെ ഈ കൂട്ടിനെ മിക്കവാറും അറിയപ്പെടാൻ പോകുന്നത്. കാരണം എൻ്റെ പല ഗ്രൂപ്പുകളിലും നമ്മുടെ VK സുരേഷ് ബാബുവിൻ്റെ പ്രസംഗങ്ങളൊക്കെ നമ്മുടെ ഗ്രൂപ്പുകളിലൊക്കെ ഇട്ട് കഴിയുമ്പോൾ ഞാനത് വളരെ അഹങ്കാരത്തോടെ അഭിമാനത്തോടെ പറയും, എൻ്റെ ജൂനിയറായി പഠിച്ച എൻ്റെ സ്കൂളിൽ പഠിച്ച ആളാണ് സുരേഷ് ബാബു എന്നൊക്കെ പറയുമ്പോൾ അവരുടെ ഭാഗത്തു നിന്നുണ്ടാകുന്ന ഒരു സന്തോഷവും നമുക്കുള്ളൊരു അഭിമാനവും എനിക്ക് അനുഭവിച്ചിട്ടുള്ള ആളായതുകൊണ്ട് ഞാൻ പറയുന്നു. ചിലപ്പോൾ നമ്മൾ ഇനിയുള്ള കാലത്ത് അറിയപ്പെടുന്നത് ദിനേശൻ്റെ സുഹൃത്തുക്കൾ, ദിനേശൻ്റെ കൂട്ടത്തിൽ പഠിച്ച ആളുകൾ എന്ന അഭിമാനത്തോടെ നമുക്ക് പറയാൻ പറ്റും. അതിന് പറ്റാൻ ഇടയാകട്ടെ എന്ന് ഞാൻ ആശംസിക്കുകയും ചെയ്യുന്നു ഈ സമയത്ത്. അതുപോലെ പണ്ടുകാലത്ത് ഞാനും നന്നായിട്ട് എഴുതിക്കൊണ്ടിരുന്ന ഒരാളായിരുന്നു. അപ്പൊ ഞാൻ എഴുതിക്കൊണ്ടിരുന്ന ഈ എഴുത്തുകളൊക്കെ ഒരു ദിവസം എന്നോട് ഒരാൾ പറഞ്ഞു, ഇനി
ഞാൻ പബ്ലിഷ് ചെയ്യുമെന്ന് പറഞ്ഞു. അന്നുകൊണ്ട് ഞാൻ എന്നെ എഴുതുന്നത്. അതുകൊണ്ട് അപ്പോൾ നമ്മുടെ പ്രിയങ്കരനായ ദിനേശൻ വളരെ മനോഹരമായ കഥാസമാഹാരം എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിന് ഈ സമയത്ത് എൻ്റെ ആശംസകൾ അറിയിക്കുന്നു. അതോടൊപ്പം തന്നെ ഇനിയും ഭാവിയിൽ നല്ല ഉയർന്ന അവാർഡുകളും ഒക്കെ കിട്ടാൻ ഇടയാകട്ടെ എന്ന് ആശംസിക്കുന്നു. അപ്പോൾ എൻ്റെ കർത്തവ്യത്തിലേക്ക് കടക്കുകയാണ്. നമ്മുടെ ഈ പരിപാടിയിലെ അധ്യക്ഷൻ നമ്മളുടെ അരവിന്ദാക്ഷൻ മാസ്റ്ററാണ്. ഈ കൂട്ടിൻ്റെ ജീവാത്മാവും പരമാത്മാവുമായിട്ടുള്ള ആളാണ് അരവിന്ദാക്ഷൻ. എൻ്റെ അഭിപ്രായത്തിൽ ഈ കൂട്ടിൻ്റെ ആജീവനാന്ത ആയിട്ട് വരാൻ സാധ്യതയുള്ള ഒരാളാണ്. അപ്പോൾ അദ്ദേഹത്തെ നിങ്ങളുടെ എല്ലാവരുടെയും പേരിൽ ഞാൻ ഈ ചടങ്ങിലേക്ക് സ്വാഗതം ചെയ്യും. അതുപോലെ നമ്മളുടെ ഈ സ്നേഹസംഗമം ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മളുടെ പ്രിയങ്കരിയായ ഡിസിയാണ്. അപ്പൊ ഞാൻ ഈ സമയത്ത് പറയാൻ ആഗ്രഹിക്കുന്ന ഒരു കാര്യം, നമ്മളുടെ ഈ കൂട്ട് രൂപീകരിക്കുന്ന സമയത്ത് നമ്മളുടെ വിദേശത്തുള്ള പല സുഹൃത്തുക്കളുടെയും നമ്പറുകൾക്കൊക്കെ വേണ്ടിയിട്ട് ഞാനൊരു വിദേശ സുഹൃത്തിൻ്റെ വീട്ടിൽ പോയി അവരുടെ നമ്പർ സംഘടിപ്പിക്കാൻ വേണ്ടി. അവിടെ ചെന്ന് കഴിഞ്ഞപ്പോൾ ആ സുഹൃത്തിൻ്റെ അനുജനൊരു മാഷാണ്, എന്നെ നേരത്തെ പരിചയമുള്ള ആളാണ്. അപ്പോൾ ഞാൻ ചെന്നിട്ട് അയാളോട് പറഞ്ഞ് ഇങ്ങനെ ഇന്ന ആവശ്യത്തിന് വന്നതാണ്, നമ്മുടെ കൂട്ടത്തിൽ പഠിച്ച നിങ്ങളുടെ സഹോദരൻ്റെ ഫോൺ നമ്പർ ഒന്ന് തരാമോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോൾ അദ്ദേഹം പോയിട്ട് റൂമിൽ പോയിട്ട് സഹോദരനെ വിളിച്ചു കഴിഞ്ഞിട്ട് എന്നോട് വന്നിട്ട് പറഞ്ഞു, അതായത് ഞാൻ അയാളോട് ചേട്ടനോട് സംസാരിച്ച് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിന് താല്പര്യമുണ്ടെങ്കിൽ എന്നെ വിളിച്ചാൽ മതി മാഷ്, അപ്പം ഞാൻ ആ നമ്പർ തരാം എന്ന് പറഞ്ഞ് അയാളുടെ നമ്പർ എനിക്ക് തന്നു. അപ്പം തന്നെ ഞാൻ പുറത്തിറങ്ങി ആ നമ്പർ ഡിലീറ്റ് ചെയ്തു. ആ ആളെ ഞാൻ ഒഴിവാക്കി. കാരണം ചില ആളുകൾക്ക് നമ്മളോടുള്ള ഈ എന്തെങ്കിലും വലിയ നഷ്ടം വരുമോ, അല്ലെങ്കിൽ ഈ കൂട്ടായ്മയുടെ പേരിൽ എന്തെങ്കിലും വരുമോ എന്നുള്ള ചിന്തയൊക്കെ പല ആളുകൾക്കും ഉണ്ടാകും. പക്ഷേ ഡിസി അതിനൊരു മാതൃകയായിട്ട് നമുക്ക് ഡിസി വന്ന സമയത്ത് നമ്മളെ കാണാനും നമുക്ക് എല്ലാവർക്കും ഒന്നിച്ചു കൂടാനുള്ള ഒരു അവസരം ഒരുക്കുന്നതിന് വേണ്ടി മുൻകൈ എടുത്ത് വന്ന ഡിസിയെ ഈ വേദിയിലേക്ക് നിങ്ങളുടെ എല്ലാവരുടെയും പേര് ഞാൻ സ്വാഗതം ചെയ്യുന്നു. നമ്മുടെ പ്രിയങ്കരനായ കഥാകൃത്ത് ദിനേശൻ വേദിയിലുണ്ട്. ദിനേശനെ നമ്മൾ ആദരിക്കുന്നുണ്ട്. ഭാവിയിൽ ഇനിയും ധാരാളമായിട്ട് എഴുതുന്നതിനും എഴുത്തിൻ്റെ മേഖലയിൽ അറിയപ്പെടുന്ന പ്രശസ്തനായ ഒരു വ്യക്തിയാകട്ടെ എന്ന് ആശംസിച്ചുകൊണ്ടും ദിനേശനെ ഞാൻ ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ ദിനേശനെ നമ്മളിവിടെ ആദരിക്കുന്നുണ്ട്. അപ്പോൾ അതിന് ആദരിക്കൽ ചടങ്ങിനെ പൊന്നാട അണിയിക്കുന്നതും ആശംസകൾ അറിയിക്കുന്നതും നമ്മളുടെ ഈ കൂട്ടിൻ്റെ വൈസ് പ്രസിഡന്റ് വനിത ടീച്ചറാണ്. വനിത ടീച്ചറെയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു. അതുപോലെ നമ്മുടെ ഈ പ്രോഗ്രാമിന് നന്ദി അറിയിക്കുന്നത് പ്രേമലതയാണ്. പ്രേമലതയും ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്തുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. സോറി, ഞാൻ പറയാൻ മറന്നുപോയത്, നമ്മളെല്ലാവരും നമുക്ക് പിന്നെ പ്രത്യേകിച്ച് സ്വാഗതവും നന്ദിയും പറയേണ്ട ആവശ്യമില്ലാത്ത ആളുകളായതുകൊണ്ടാണ് ഞാനത് ഉദ്ദേശിക്കാതെ ഇരുന്നത്. എങ്കിലും ഔപചാരികതയുടെ പേരിൽ നമ്മളെപ്പോഴും പറയുമ്പോൾ അങ്ങനെ ഒരു ഓഡിയൻസിന് നമ്മൾ സ്വാഗതം ചെയ്യേണ്ടതുണ്ടല്ലോ എന്നതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം ചെയ്തുകൊണ്ട് ഒരു വാക്കുകൾ നിർത്തുന്നു. നന്ദി, നമസ്കാരം. നന്ദി പറയുന്നു. യോഗത്തിന് അധ്യക്ഷ ഭാഷണം നടത്തുന്നതിനും നമ്മളോട് സംസാരിക്കുന്നതിനും വേണ്ടി നമ്മുടെ പ്രിയപ്പെട്ട രവീന്ദ്രനാഥൻ മാഷെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു. പ്രിയമുള്ളവരെ, രണ്ട് വാക്ക് പറയുന്നതിന് മുന്നേ നമ്മൾ 2024 കടന്നുപോയി. 2025 ആഘോഷത്തിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അപ്പോൾ ഈ സമയത്ത് നമ്മുടെ സഹപാഠികൾ നമ്മളെ വിട്ടുപോയിട്ടുണ്ട്. അതുപോലെ നമ്മുടെ സഹപാഠികളുടെ അമ്മമാർ, സഹോദരന്മാരൊക്കെ ഇവിടെ വിട പറഞ്ഞിട്ടുണ്ട്. അതുപോലെ തന്നെ അതിലുപരി നമ്മുടെ നാട്ടിലെ തന്നെ, നമ്മുടെ കേരളത്തിൽ തന്നെ നല്ലൊരു ദുരന്തം സമ്മാനിച്ചിട്ടാണ് 24 കടന്നുപോയിട്ടുള്ളത്.
കാരണം നമ്മുടെ ചൂരമലയിൽ ആയിരക്കണക്കിന്. അപ്പോൾ നമുക്കറിയാം 2024 നമുക്ക് ഇന്ന് കണ്ടവർ നാളെ കാണാത്തൊരവസ്ഥ വന്നൊരവസ്ഥയാണ്. ആയിരക്കണക്കിന് കുടുംബങ്ങൾക്ക് പല പ്രയാസങ്ങളും ഉണ്ടായി. അപ്പോൾ അതിലുപരി ഇപ്പോൾ നമുക്കറിയാം നമ്മുടെ ഏറ്റവും ലോകപ്രശസ്തനായ നമ്മുടെ MP ഒക്കെ നമ്മളിവിടെ അങ്ങനെ അനേകം ദുരന്തങ്ങൾ സമ്മാനിച്ചിട്ടാണ് നമ്മുടെ ഈ 2024 വിട്ടുപോയത്. പ്രത്യേകിച്ച് നമ്മുടെ സഹപാഠി സരസ്വതി മരണപ്പെട്ടു. നമ്മുടെ സഹപാഠികളുടെ അമ്മമാരെയൊക്കെ എന്ന് പറഞ്ഞു. ഇവരുടെയൊക്കെ ഒരു സ്മരണയ്ക്ക് വേണ്ടി ഒരു മിനിറ്റ് നമുക്ക് മൗന പ്രാർത്ഥന നടത്തിയിട്ട് പരിപാടിയൊക്കെ പോകാമെന്ന് വിചാരിക്കുന്നു. ഞാൻ വലിയമായിട്ട് വളരെ പറയേണ്ടത് വെച്ചിട്ടുണ്ട്. 2025 ആഘോഷത്തിലേക്ക് കടക്കുകയാണ്. അപ്പോൾ 2025 ആഘോഷം ഉദ്ഘാടനം ചെയ്യാനാണ് ആദ്യമായിട്ട് വേണ്ടത്. അതുകൊണ്ട് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മുടെ സഹപാഠിയായ ലിസിയാണ്. ലിസിയെക്കുറിച്ച് പറഞ്ഞു കഴിഞ്ഞു. അവിടെ എത്രയോ വർഷമായിട്ട് പ്രദേശത്താണ്. ഇങ്ങനെ വരുമ്പോൾ അവിടെ വന്ന് നമ്മുടെ ഒത്തുചേരാനുള്ള മനസ്സ് കാണിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. കൂടാതെ നമ്മളും നേരത്തെ എക്സിക്യൂട്ടീവിൽ നമ്മൾ ന്യൂ ഇയർ പരിപാടി ആഘോഷിക്കണം എന്ന് തീരുമാനിച്ചതാണ്. എല്ലാ ആഘോഷങ്ങളും നമുക്ക് ചെറിയ രീതിയിൽ, ഭയങ്കര അല്ലെങ്കിൽ ചെറിയ രീതിയിൽ കൊണ്ടാടണം എന്നുള്ള തീരുമാനം നമ്മൾ എക്സിക്യൂട്ടീവ് നേരത്തെ എടുത്തിരുന്നു. അതോടൊപ്പമാണ് ലിസിയുടെ വരവ് ജനുവരിയിൽ. അപ്പോൾ നമുക്ക് ഉർവശി സാവ് ഉപകാരം എന്ന് പറഞ്ഞ മാതിരി അവരുടെ കേരളത്തില് അവരുടെ ആ ഒരു സാന്നിധ്യത്തിൽ നമുക്ക് അവിടെയും കൂടി നമ്മൾ ഇതിനോട് ചേർത്ത് പിടിക്കാൻ സാധിച്ചതിൽ നമ്മളെ അവർ ചേർത്ത് പിടിച്ചതിൽ വളരെയധികം സന്തോഷമുണ്ട്. നമ്മുടെ ഈ കൂട്ടിൻ്റെ 82 എല്ലാവിധ താങ്ക്സും അറിയിക്കട്ടെ. അപ്പോൾ ആദ്യമായിട്ട് നമുക്ക് ഈ ചടങ്ങ് ഉദ്ഘാടനം ചെയ്യാനുണ്ട്. അതിനുശേഷം 2 വാക്ക് സംസാരിക്കാം. അപ്പോൾ ഉദ്ഘാടനം ചെയ്യുന്നത് നമ്മൾ കേക്ക് മുറിച്ചുകൊണ്ട് നമ്മുടെ ലിസി ആയിരിക്കും. അപ്പോൾ എല്ലാവരും ഒന്ന് എഴുന്നേൽക്കുന്ന കേക്ക് മുറിക്കുന്നു. അതിനുശേഷം നമ്മൾ കേക്ക് പങ്കിടുന്നത് നമുക്ക് വേറെ രീതിയിലാവാം. ഒരു പുതിയ ഫ്രണ്ടിനെ കണ്ടെത്തിയിട്ട് നമുക്ക് പരസ്പരം കൈമാറാൻ കഴിയും. അങ്ങനെയാണെന്ന് എനിക്ക് തോന്നുന്നത്. ഒരു ലോട്ട് എടുത്തുകൊണ്ട് നമ്മളിവിടെ ലോട്ട് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഒരാൾ വരുന്നു, ലോട്ട് എടുക്കുന്നു, ആ നമ്പർ പറയുന്നു, അതാണ് അയാൾക്ക് നിങ്ങൾ കേക്ക് കൊടുക്കുന്നു. കൈ കൊടുക്കാം, എങ്ങനെ വണ്ടി കൊടുക്കാം, വളരെ ഒന്നും പ്രശ്നമില്ല. ആ പരസ്പരം കൈമാറുക. അപ്പൊ ഒരു പുതിയ ഫ്രണ്ടിനെ നമുക്ക് കിട്ടി. ഒരു പുതിയ രീതിയിലുള്ള ഒരു എന്താണ് തുടക്കം നമുക്ക് കുടിക്കാമെന്ന് വിചാരിക്കുന്നു. ആർക്കും അതിനകത്ത് അപ്പയും കിടന്നില്ലല്ലോ? ഉണ്ടോ? ഇല്ല അല്ലേ? ഇങ്ങനെയുള്ള മനസ്സ് നമ്മൾ ഇങ്ങനെയുള്ള മനസ്സിലാണ് നമ്മൾ ഉള്ളിൽ വെച്ചത്. അപ്പൊ ഇങ്ങനെ മനസ്സ് തുറക്കുന്ന ഒരവസ്ഥയാണ് നമ്മൾ ഇങ്ങനെ കൂട്ടായ്മ കൊണ്ട് നടക്കുന്നത്. അപ്പൊ നമുക്ക് ഇപ്പം വയസ്സ് പറഞ്ഞ് ശരിയില്ല, ചില ടെൻഷനാണ്. അപ്പൊ നമ്മുടെ വയസ്സ് കുറയ്ക്കുന്ന ഓരോ പ്രവർത്തനങ്ങളാണ് നമ്മൾ ചെയ്തു വരുന്നത്. മനസ്സിലല്ലേ? അതായത് ഒരു വയസ്സെന്ന് പറഞ്ഞ നമ്പർ മാത്രം, മറിച്ച് നമ്മൾ ഇങ്ങനെയുള്ള ഊർജം നമുക്ക് നമ്മൾ ചെയ്ത് അങ്ങോളം ഉണ്ടായിരിക്കുന്ന ഒരു പ്ലസ് ആയി നിൽക്കുമെന്നാണ് എനിക്ക് തോന്നുന്നത്. അതുകൊണ്ട് നമുക്ക് ആദ്യം കേക്ക് കട്ട് ചെയ്യുന്നതിന് വേണ്ടി നമ്മുടെ ലിസിയെ ക്ഷണിക്കാം. ഒപ്പം നമ്മൾ ചേർന്ന് നിൽക്കണം. ഇവിടെ കട്ട് ചെയ്യാം. അതിനുശേഷം നമുക്ക് അത് കട്ട് ചെയ്യേണ്ടതായിട്ടുണ്ട്. ആ സമയത്ത് 2 വാക്ക് പറയാം. എടുത്തു കുഴപ്പമില്ല. എല്ലാവരും കൈയടിക്കുക സന്തോഷത്തോടെ. 2025 നമ്മുടെ ജീവിതത്തിൽ അദ്ഭുതകരമാകട്ടെ. നമ്മുടെ സൗഹൃദങ്ങൾ അങ്ങേയറ്റം മധുരതരമായി തീരുവാൻ വേണ്ടിയിട്ട് കേക്ക് മുറിച്ച് ലിസി ഉദ്ഘാടനം ചെയ്യുന്നത് പരിചയ ടീച്ചർക്ക് നൽകിക്കൊണ്ടാണ്. ഞാൻ വിചാരിച്ച അരവിന്ദാക്ഷനോട് പോകുന്നത്. ടീച്ചറില്ലാത്തൊരു കുഴപ്പമില്ലായിരുന്നു. നിങ്ങളെല്ലാരും നിങ്ങളുടെ പഠിക്കാൻ ചെയ്യുന്നതാണോ? അല്ലേ പിന്നെ അവിടെയുള്ള ഭാഷയിൽ അങ്ങനെ പറഞ്ഞാൽ പ്രിയ സുഹൃത്തുക്കളെ, ഞാൻ ആദ്യമായിട്ടാണ് ഇവിടെ സ്റ്റേജിൽ കയറുന്നത്.
ഒരു സ്റ്റേജിൽ ആദ്യം കയറി എന്റെ കല്യാണത്തിനാണെന്നാണ് എനിക്ക് ഓർമ്മ. അതുകൊണ്ട് എന്ത് പറയണമെന്ന് അറിയില്ല. എന്താണെങ്കിലും ഇത്രയും പേര് ഇന്ന് ഇവിടെ വന്നതിൽ ഒത്തിരി സന്തോഷം. കുറേ നാളുകളായി ആഗ്രഹിച്ചൊരു കാര്യമായിരുന്നു. പലരെയും എനിക്ക് വാട്സാപ്പ് വഴി പരിചയമുണ്ട്, നേരിട്ട് ആരെയും പരിചയം ഉണ്ട്, കുറച്ച് പേരുണ്ട്. ഈ വേക്കള സ്കൂളിൽ പോയവരെ കുറേ പേരെ എനിക്ക് ഓർമ്മയുണ്ട്. എങ്കിലും എല്ലാവരും വന്ന് സഹകരിച്ചതിൽ ഒത്തിരി സന്തോഷം. ഇങ്ങനെ ഒരു കൂട്ടായ്മ ഉണ്ടാക്കിയ എല്ലാ ഈ മെയിൻ ആളുകൾക്കും ഒത്തിരി സന്തോഷം. വേറെ എന്താ പറയാ, ഫാമിലിയെ കുറിച്ച് മുന്നേ പറയാം. അല്ല, ഇത് പിന്നെ ഇത് ഞാൻ ഉദ്ഘാടനം ചെയ്തതായി പ്രഖ്യാപിക്കുന്നു. എന്നെ നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയം ഉണ്ടാവും. കാരണം ഞാൻ ഈ കൂട്ടിൻ്റെ അകത്ത് ഇങ്ങനെ കയറി ഇറങ്ങുന്ന ഒരാളാണ്. സമയം കിട്ടുമ്പോഴൊക്കെ വരും. എൻ്റെ വീട് പുളക്കുറ്റി. പുളക്കുറ്റിയിൽ ഞങ്ങൾ 9 സഹോദരങ്ങളാണ്. അപ്പച്ചനും അമ്മച്ചിയും മരിച്ചുപോയി. ഇന്നലെ ഞങ്ങളുടെ അമ്മച്ചി മരിച്ച ദിവസമായിരുന്നു. അപ്പോൾ പള്ളിയിൽ കുർബാനയും ചടങ്ങുകളൊക്കെ ഉണ്ടായിരുന്നു. അതിൽ ഞങ്ങൾ 9 മക്കളും മരുമക്കളും കൊച്ചുമക്കളും എല്ലാവരും വന്നിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഒരു 10-25 പേര് ഒന്നിച്ചു കൂടി. എൻ്റെ ഹസ്ബൻഡും മക്കളും ഇന്നലെ തന്നെ തിരിച്ചു പോയി. പിന്നെ ഇതിനു വേണ്ടി മാത്രമാണ് ഞാനൊരു ദിവസം കൂടുതലായിട്ട് വിളിക്കുന്നത്. അങ്ങനെ അതുകൊണ്ട് എനിക്ക് നാളെ തനിയെ യാത്ര ചെയ്യണം. അതും ഒരു കടമ്പയാണ്. എങ്ങനെയെങ്കിലും അല്ലെങ്കിൽ സണ്ണിയുടെ കൂടെ പോകാം അവിടെ വരെ. അങ്ങനെ ഞാൻ നാളെ തിരിച്ചു പോകും. എനിക്ക് 2 മക്കൾ. അവര് മൂത്ത മോന് 28 വയസ്സായി. അവൻ PhD സെക്കൻഡ് ഇയർ. രണ്ടാമത്തെ മോൻ ഒപ്റ്റീഷ്യൻ. അവൻ ഫെബ്രുവരിയിൽ അവനൊരു പരീക്ഷയുണ്ട്. അത് കഴിഞ്ഞാൽ അവൻ്റെ പഠിത്തം കഴിഞ്ഞ് ജോലിയാണ്. ഇതാണ് എൻ്റെ കുടുംബം. എന്നെ കെട്ടിച്ചിരിക്കുന്നത് പാലക്കാട്. അത് എല്ലാവർക്കും മനസ്സിലായി തോന്നുന്നു അല്ലേ? അത്രേ ഉള്ളൂ, വേറെ ഒന്നും പറയാനില്ല. ഓസ്ട്രേലിയനെ കുറിച്ച് നാടിനെ കുറിച്ച് അവിടുത്തെ ഞാൻ 32 വർഷങ്ങൾക്ക് മുമ്പാണ് ഓസ്ട്രേലിയക്ക് പോയത്. ഇവിടുന്ന് 10ാം ക്ലാസ് കഴിഞ്ഞ് PDCയും പുത്തുപറമ്പിലാണ് പഠിച്ചത്. പക്ഷേ ആ സമയം 17 വയസ്സ് വരെയുള്ള കാര്യങ്ങളാണ് എനിക്ക് ഇവിടുത്തെ കാര്യങ്ങൾ അറിയുള്ളൂ. അത് കഴിഞ്ഞ് പിന്നെ ഞാൻ ഡൽഹിക്ക് പോയി. ഡൽഹിയിൽ നിന്ന് നഴ്സിംഗ് കഴിഞ്ഞ് 2 വർഷം കഴിഞ്ഞപ്പോൾ ഞാൻ ഓസ്ട്രേലിയക്ക് പോയതാണ്. അത് കഴിഞ്ഞ് പിന്നെ ഓസ്ട്രിയയാണ് ഞാനിപ്പോൾ കൂടുതൽ താമസിച്ചിരിക്കുന്നത്. ഇവിടെ താമസിച്ചിരിക്കുന്നത് കേരളത്തിൽ താമസിച്ചിരിക്കുന്നത്. കല്യാണം കഴിച്ചത് ഓസ്ട്രിയയിലല്ല, ഇവിടുന്ന് കല്യാണം കഴിഞ്ഞാണ് ഞാൻ ഓസ്ട്രേലിയയിൽ പോയത്. പിന്നെന്താ, അവിടെ ഇപ്പം നല്ല തണുപ്പാണ്. -4-5 ഡിഗ്രിയാണ്. മഞ്ഞ് പെയ്യുന്നുണ്ട്. പക്ഷെ ആ സമയത്താണ് ഞാൻ ഇവിടെ വന്ന് ചൂടടിക്കുന്നത്. വരുന്നുണ്ട് ആരെങ്കിലും അങ്ങോട്ട്? താമസം ഭക്ഷണം വണ്ടിക്കൂലി വേണ്ട. എല്ലാരും വരാം. താമസം തരാം, ഭക്ഷണം തരാം. താമസം ഭക്ഷണം മതി. നമ്മള് വരും. വേറൊന്നും വേണ്ട. താമസിക്കാൻ സ്ഥലം തരാം, ഭക്ഷണം തരാം. വിസ നിങ്ങൾക്ക് വിസിറ്റ് എടുക്കാം. ഞാൻ സ്പോൺസർ ചെയ്യാം. ഇല്ല, ഞാൻ കുറച്ച് കഴിക്കുള്ളൂ. പണ്ടത്തെ കഴിപ്പൊക്കെ നിർത്തി ഇപ്പൊ കുറച്ച് വിത്ത് ഫാമിലി അവിടെ. അതായത് ദിനേശന്റെ ജീവിതം പച്ചയായി നല്ല രീതിയിൽ ഓരോ സ്ഥലങ്ങളിൽ എത്തിപ്പെടുന്നത് എനിക്ക് തോന്നുന്നു. കുറെ കാലം പല സ്റ്റേറ്റുകളിലും പോയി അനുഭവ സമ്പത്തിലാണ്. അപ്പൊ യാത്ര ചെയ്തതാണ്. ആ യാത്രാനുഭവങ്ങളാണ് ഒരു പക്ഷേ ചിലപ്പം ഇങ്ങനെ ഒരു എഴുത്തിനെ പ്രേരിപ്പിച്ചത്. കാരണം നമ്മളെ യാത്ര എന്നത് വീട്ടിലിരിക്കുന്ന പോലെ പല അനുഭവങ്ങളും നമ്മളെ യാത്രയിൽ നമുക്കുണ്ടാവും. ആ അനുഭവങ്ങൾ പങ്കുവച്ചിട്ടുണ്ട്. നാടിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്, നാട്ടിലെ തെയ്യത്തിനെ കുറിച്ച് എഴുതിയിട്ടുണ്ട്. ഒരു നങ്ങേലി പ്രസിഡന്റ് കഥയുണ്ട്. വളരെ നല്ല വായിക്കാൻ നല്ല ഒരു കഥ ഞാൻ വായിക്കാൻ വിട്ടുപോയി. അത് ഇന്ന് രാവിലെ ഞാൻ 4 മണി തൊട്ട് വായിച്ചു. എന്താ ഇതിന്റെ കാര്യം അറിയണമല്ലോ. അപ്പോൾ മൊത്തം ഞാൻ എന്നെ വിലയിരുത്തി. വളരെ ജീവിതഗന്ധിയായ കഥ, ആർക്കും വായിക്കുമ്പോഴും മടുപ്പം തോന്നില്ല. വളരെയധികം നിലവാരത്തിൽ, അതായത് നമുക്ക് എല്ലാവർക്കും വായിച്ചാൽ നമ്മുടെ ഉള്ളിലേക്ക് ഒരു ജീവിതത്തിന്റെ ചിത്രം, അതായത് എന്തിനാണ് ഉദ്ദേശിക്കുന്നത് അത് നമ്മുടെ ഉള്ളിൽ പതിയും. ആ രീതിയിലുള്ള എഴുത്താണ്. അപ്പൊ എന്തായാലും ഇനിയും എത്രയോ ഉയരങ്ങളിലേക്ക് പോകാൻ സാധ്യതയുള്ള ഒരു പ്രതിഭയാണ് നമ്മുടെ ദിനേശൻ. നമുക്കറിയാം, നമ്മൾ സ്കൂൾ പഠിക്കുമ്പോൾ തന്നെ കഥാപ്രസംഗ രംഗത്തൊക്കെ പേര് അറിയുന്നവരാണ് ദിനേശൻ. അതുപോലെ തന്നെ കൃഷ്ണൻ, നമ്മുടെ സംസ്കൃത ശ്ലോകത്തിലെല്ലാം പങ്കെടുക്കുന്ന ആൾ. അതെനിക്ക് ചെറിയ ഓർമ്മയുണ്ട്. അപ്പൊ
അങ്ങനെ ഉള്ള ആളാണ്. അപ്പൊ ഒരു നൈസർഗികമായ കഴിവ് ദിനേശനിലുണ്ട്. നല്ല സർഗവാസനയുടെ ഒരാളാണ്. ഇനിയും കഥകൾ എഴുതുന്നുണ്ടെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞത്. അപ്പൊ എന്തായാലും നല്ല രീതിയിൽ ഉയർന്നു പോകട്ടെ എന്ന് ഈ പുതുവർഷത്തില് ആശംസിക്കുകയാണ്, ആഗ്രഹിക്കുകയാണ്, ഈശ്വരനോട് പ്രാർത്ഥിക്കുകയാണ്. ഒപ്പം നമ്മുടെ ഈ ഗ്രൂപ്പിൽ ധാരാളം പ്രതിഭകളുണ്ട്. ഇപ്പൊ നമ്മൾ അറിയാവുന്ന ആളുകളുണ്ട്, കവിത എഴുതുന്ന കൂട്ടുണ്ട്, കഥ എഴുതുന്ന കൂട്ടെല്ലാം വേറെയുണ്ട്, എനിക്ക് അറിയുന്നവരുണ്ട്. പക്ഷെ അവരൊന്നും പുറത്തേക്ക് വരുന്നില്ല. ഇതിപ്പോ ഇവരൊരു പുസ്തകം രചിച്ചു, അപ്പോ ഇങ്ങനെ പറഞ്ഞു, അപ്പോഴും ഞാൻ പുസ്തകം വായിച്ചു, അങ്ങനെ കിട്ടിയ അറിവ് മാത്രമാണ് എനിക്ക്. അപ്പൊ അങ്ങനെ കുറെ ആളുകൾ നമ്മുടെ കഴിവുള്ളവരുണ്ട്. അവരൊക്കെ മുന്നോട്ട് വന്ന് ഇനിയുള്ള ശിഷ്ടജീവിതം നല്ല രീതിയിൽ ഇങ്ങനെയുള്ള നൈസർഗികമായ കഴിവുകളിൽ ഒന്നുകൂടി ഡെവലപ്പ് ചെയ്തിട്ട് നല്ല രീതിയിൽ മുന്നോട്ട് പോയാൽ നമുക്ക് എല്ലാവർക്കും ഗുണകരമായ അവസ്ഥയും കൂടുതൽ ഞാൻ പറയുന്നില്ല. അപ്പൊ നമ്മള് ഇവിടെ ദിനേശന് ഇപ്പോഴേ പൊന്നാടി എണീച്ച് ദിനേശന്റെ മനസ്സിൽ ഇനിയും ധാരാളം കഥകൾ വിരിയട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് സഹപാഠികൾ എല്ലാവരും കൂടെ തരുന്ന ഉപഹാരം നമ്മുടെ പ്രിയങ്കനായ പ്രസിഡന്റ് അരവിന്ദൻ മാഷ് നൽകുന്നു. നമുക്ക് കൈയടിച്ച് പ്രോത്സാഹിപ്പിക്കാം. ധാരാളം കഥകൾ ദിനേശന്റെ മനസ്സിൽ ഇനിയും ഉണ്ടാവട്ടെ. കഥകൾ നാടകമാകട്ടെ, കഥകൾ സിനിമയാകട്ടെ, നമുക്ക് അഭിമാനം ഉണ്ടാവാൻ തരത്തില് വളർന്നു വരുവാൻ നമുക്ക് പ്രാർത്ഥിക്കാം. അടുത്തയാളൊന്ന് എടുക്കാം. വിനോദേ, അല്ല അന്നേരം അടുത്ത നമ്പർ ദിനേശ്